സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ നമുക്ക് ഇന്ന് അറിയാം. ഇന്ന് രാവിലെ 9:30 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗം DGP തീരുമാനിക്കും. ചുരുക്കപ്പട്ടികയിൽ ഇപ്പോൾ 3 പേരുണ്ട്. അതിൽ റവാഡ ചന്ദ്രശേഖരനാണ് ഏറ്റവും മുൻതൂക്കം. അദ്ദേഹം DGP ആകും എന്നിവരെ വിശ്വസിക്കുന്നത് ഇങ്ങനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് തീരുമാനമെടുക്കുക. പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, നറുക്കാർക്ക് വീഴും? അതുപോലെ ഓക്കെ, പറയൂ. വി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കും. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള റവാഡ ചന്ദ്രശേഖരനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കഴിഞ്ഞയാഴ്ച റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിൽ ഡൽഹിയിലുള്ള റവാഡ ചന്ദ്രശേഖരനോട് തിരുവനന്തപുരത്തെത്താൻ അനൗദ്യോഗികമായി അറിയിപ്പ് നൽകിയതായാണ് വിവരം. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിന്തുണ ഈ സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് എത്താൻ റവാഡ ചന്ദ്രശേഖരനുണ്ട്. നേരത്തെ ഈ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിൽ റവാഡ ചന്ദ്രശേഖരന് അനുകൂലമായുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ കൂത്തുപറമ്പ് വെടിവയ്ക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട അന്ന് അതിന് ഉത്തരവിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു റവാഡ ചന്ദ്രശേഖർ. അത്തരത്തിലൊരു ചരിത്ര പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റ് 2 പേർ, ഒന്ന് യോഗേഷ് ഗുപ്തയും നിതിൻ അഗർവാളുമാണ്. യോഗേഷ് ഗുപ്തയെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ UPSC ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്ത് ആരെങ്കിലും പരിഗണിച്ചാൽ ഒരുപക്ഷെ മനോജ് എബ്രഹാമിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ റവാഡ ചന്ദ്രശേഖർ എന്ന ഒരു ഒറ്റ പേരിലേക്ക് സംസ്ഥാന സർക്കാർ എത്താനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. ഇന്നാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ സ്ഥാനം ഒഴിയുന്നത്. രാവിലെ 8:30 പേരൂർക്കട SAP ഗ്രൗണ്ടിൽ വിടവാങ്ങൽ പരേഡ് ഉണ്ട്. അതിന് പിന്നാലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങും നടക്കും. എന്തായാലും പുതിയ സംസ്ഥാന പോലീസ് മേധാവി ആരെന്ന കാര്യത്തിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ തീരുമാനമുണ്ടായിരിക്കും. റവാഡ ചന്ദ്രശേഖരന് തന്നെയായിരിക്കും ആ നറുക്ക് വീഴുക എന്നതാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്ന വിവരം. SKN. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വാർത്താമുറിയിൽ നിന്ന് വി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ്. അപ്പോൾ യഥാർത്ഥത്തിൽ റവാഡ ചന്ദ്രശേഖർ തന്നെ DGP ആകും എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ വരുന്നതിനുള്ള സാധ്യതയാണ് ഏറിയിട്ടുള്ളത്. അതിനു മുന്നോടിയായാണ് അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞയാഴ്ച എത്തി സന്ദർശിച്ചിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർവീസിലാണ്, കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണുള്ളത്. അവിടെ നിന്നാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയുടെ തലപ്പത്തേക്ക് വരുന്നത്. തീരുമാനമെടുക്കുന്നത് രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ്. നിലവിൽ 3 പേരുടെ ചുരുക്കപ്പട്ടികയാണ് UPSC കൈമാറിയിട്ടുള്ളത്. അതിൽ റവാഡ ചന്ദ്രശേഖർ, അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഈ റവാഡ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുടെ SPGയുടെ ചുമതലയടക്കം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ ചുമതലകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ DGP ആയി, സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അനുമതി കൂടി അതിനാവശ്യമുണ്ട്. മന്ത്രിസഭാ യോഗം അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ പ്രധാനമന്ത്രി പിന്നീട് ആ ഫയലിൽ ഒപ്പിടേണ്ടി വരും. അതിനേതാണ്ട് ഒരാഴ്ചയോളം സമയം പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് ആ ഒരു കാലയളവ് ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള ADGPക്കായിരിക്കും ആ ഒരു നിശ്ചിത കാലയളവിൽ അദ്ദേഹം ചുമതല ഏൽക്കുന്നത് വരെ ഒരുപക്ഷെ താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള സാധ്യതയുള്ളത്. മറ്റു 2 പേർ, യോഗേഷ് ഗുപ്ത, അദ്ദേഹം ഫയർഫോഴ്സ് DGP ആണ്. നിതിൻ അഗർവാൾ, അദ്ദേഹം റോഡ് സുരക്ഷാ കമ്മീഷണറാണ്. ഇവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഇനി പട്ടികയ്ക്ക് പുറത്തു നിന്നൊരാളിനെ DGP ആയി മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയാണെങ്കിൽ മനോജ് എബ്രഹാമിന് സാധ്യതയുണ്ട്. പക്ഷേ പട്ടികയ്ക്ക് പുറത്തുള്ള ഒരു പേര്, നേരത്തെ സുപ്രീം കോടതി DGP നിയമനം സംബന്ധിച്ച വിധി പുറപ്പെടുവിച്ചതിന് ശേഷം കേരളം ആ നിലയിലുള്ള തീരുമാനം എടുത്തിട്ടില്ല.
ഇപ്പോൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും DGPമാർ, സംസ്ഥാന പോലീസ് മേധാവിമാർ വിരമിക്കുകയാണ്. അവിടെ പക്ഷേ അവർ ആ നിലയിലുള്ള ഒരു UPSCയെ സമീപിച്ച് ചുരുക്കപ്പട്ടിക ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഒരുപക്ഷേ അവർ UPSC പട്ടികയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും നിയമിക്കാൻ ആ സംസ്ഥാനങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടാകാം. പക്ഷേ കേരളം ആ നിലയിൽ പോയിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവിമാരുടെ പട്ടിക UPSC കൈമാറുന്നതിൽ നിന്നാണ് മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ എടുക്കുക. രവാഡ ചന്ദ്രശേഖറിന് നേരത്തെ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി 94 നവംബർ 25 നടന്ന വെടിവയ്പ്പിൽ അന്ന് അദ്ദേഹം കണ്ണൂർ SP ആയിരുന്നു. ഹൈദരാബാദിൽ നിന്ന് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ കണ്ണൂർ SP ആയി നിയമിക്കുകയായിരുന്നു. ആ ദിവസമാണ് വെടിവയ്പ്പുണ്ടായത്. അത്തരം ചില കാര്യങ്ങൾ സർക്കാരിന് അദ്ദേഹത്തിന് വിഘാതമായി ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രവാഡ ചന്ദ്രശേഖരനെ ഒരുപക്ഷെ തീരുമാനിക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ SKN ADGP MR അജിത് കുമാർ, രവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകുകയാണെങ്കിൽ MR അജിത് കുമാറിന് DGP തസ്തികയിലേക്ക് വരുന്നതിന് 1 വർഷം കൂടി പിന്നീട് കാത്തിരിക്കേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു ബി ദിലീപ്കുമാർ. ഇനി നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കോഫിയും പിന്നെ ക്യാൻറ്റീനിൽ നല്ല മുരിഞ്ഞ് ഉഴുന്നുകൂടെ വന്നിട്ടുണ്ട്. ഒരു ഉഴുന്നുകൂടെ കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് അടുത്ത വാർത്ത വരുമ്പോൾ ഞാൻ വിളിക്കാം.